ഹായ് എല്ലാവർക്കും നമസ്കാരം. കൊച്ചിൻ ഗാർഡൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് സീറ്റ് ലൂബിയാണ്. ഇതൊരു തായ്ലൻഡ് വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിൽ ലൂബികളുണ്ട്, പക്ഷേ നമുക്ക് നല്ല പുളിപ്പ് അനുഭവപ്പെടുന്ന ടൈപ്പ് ലൂബികളാണ് ഉള്ളത്. പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ മധുരമുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഓൾ സീസൺ വെറൈറ്റിയാണ്. നമുക്ക് എല്ലാ മാസവും ഇതിൻ്റെ കായ്കൾ കിട്ടും. അതുകൂടാതെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു ചെറിയ പ്ലാന്റിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ഈ കമ്പുകളിലാണ് ഈ ഫ്രൂട്ടുകൾ വരുന്നത്. ഇപ്പോൾ ഇതെല്ലാം പച്ചയാണ്. ഒരു 1.5 മാസം കൊണ്ട് അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറാവും ഈ സാധനം. അപ്പോഴാണ് നമുക്കിത് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ചട്ടിയിൽ വളർത്തിയിട്ട് തന്നെ ഏകദേശം ഇത്രയധികം ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഫ്രൂട്ട് നമ്മൾ മണ്ണിൽ വെക്കാനാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കിട്ടുകയെന്ന് വെച്ചാൽ മണ്ണിൽ വെക്കുമ്പോഴാണ്. കാരണം നിങ്ങൾ ഈ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പോട്ടിൽ വെച്ചിട്ട് തന്നെ അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ബ്രാഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത്. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം കൂടുതൽ ബ്രാഞ്ചസ് കിട്ടും, കൂടുതൽ ഫ്രൂട്ട്സും കിട്ടും. ഇനി നമുക്ക് ഈ സീഡ് ലൂബിയുടെ പുതിയ തൈകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ആണ്. നമ്മളിപ്പോൾ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റൂട്ട് സ്റ്റോക്കും അതുപോലെ തന്നെ ഈ കായ്ക്കുന്ന ഒരു മരത്തിൻ്റെ ബ്രാഞ്ച്, അതായത് സയോൺ എന്ന് പറയും. ആ രണ്ട് സംഭവമാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്പ് എടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടുള്ളതും അതുപോലെ തന്നെ ഫ്ലവറുള്ള കമ്പ് നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത് സയോണായിട്ട്, അതായത് ബ്രാഞ്ചായിട്ട് സെലക്ട് ചെയ്യരുത്. നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കമ്പ് വേണം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കാം, നമുക്ക് താഴെ ഒരു കമ്പുണ്ട്. ഈ ബ്രാഞ്ച് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബ്രാഞ്ച് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ഷാർപ്പായിട്ടുള്ള കട്ടർ എപ്പോഴും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ എടുക്കുന്ന ഈ ബ്രാഞ്ച് ഡാമേജ് ആയി പോകും. അതുപോലെ ചെടിയും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല ഷാർപ്പായിട്ടുള്ള കട്ടർ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫാൽക്കണിൻ്റെ ഒരു പ്രൂണിങ് കട്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്യുവാണ്. നമ്മൾ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഈ ലീഫെല്ലാം കട്ട് ചെയ്ത് കളയണം. നമ്മളിപ്പോൾ ഈ ബ്രാഞ്ച് സയോൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫെല്ലാം കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് പോകും. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ലീഫ് കട്ട് ചെയ്ത് കളയുക. ലീഫ് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ബ്രാഞ്ചിലേക്ക് ഒരിക്കലും ഇതിൻ്റെ കട്ട് വരരുത്. മൊത്തം ലീഫ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള സയോൺ. ഇതിന് ഏകദേശം ഒരു 3-4 പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രാഞ്ചാണിത്. ആക്ച്വലി ഗ്രാഫ്റ്റിങ്ങിൽ പല മെത്തേഡ്സ് ഉണ്ട്. വി ഗ്രാഫ്റ്റ് ഉണ്ട്, സൈഡ് ഗ്രാഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വി ഗ്രാഫ്റ്റാണ്. ഗ്രാഫ്റ്റിങ്ങിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് വി ഗ്രാഫ്റ്റിംഗ്. ഈ ഗ്രാഫ്റ്റിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു സയോണും വേണം, അതുപോലെ തന്നെ റൂട്ട് സ്റ്റോക്കും വേണം. സയോൺ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റൂട്ട് സ്റ്റോക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സീഡ് ലൂബി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് സാധാ നാടൻ ലൂവിയിൽ ചെയ്യാം. അതുപോലെ തന്നെ മുള്ളു ലൂവി എന്ന് പറയപ്പെടുന്ന വയ്യങ്കത എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മുള്ളു ലൂവി പണ്ടത്തെ ഒരു കാട്ടുവൃക്ഷമാണ്. അപ്പോൾ അതിനകത്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈൽഡ് വെറൈറ്റി റൂട്ട് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മുള്ളു ലൂവിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന് ഗ്രാഫ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു കട്ടർ വേണം. ഒന്നീ കട്ടർ അല്ലെങ്കിൽ കത്തി ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ തല കട്ട് ചെയ്ത് കളയുക. ഒരിക്കലും നമ്മൾ ഏറ്റവും ടോപ്പിലും അല്ലെങ്കിൽ ഏറ്റവും താഴെയും ഗ്രാഫ്റ്റ് ചെയ്യരുത്. ഒരു മിഡിൽ പോർഷൻ ഭാഗത്ത് എപ്പോഴും ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് സക്സസ് ആവാനുള്ള പെർസെൻറ്റേജ് കൂടുതൽ അങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ തല കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള 2 ലീഫും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്, നമുക്ക് കെട്ടാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഷാർപ്പായിട്ടുള്ള ഒരു കത്തി വേണം. കത്തി തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ പേപ്പർ കട്ടർ നല്ല ഷാർപ്പായിരിക്കണം യൂസ് ചെയ്യുന്ന ടൂൾ എപ്പോഴും. അത് വെച്ചിട്ട് നമ്മളൊന്ന് ഷാർപ്പാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വി ഷേപ്പിൽ ഒരു കട്ടിങ് ഉണ്ടാക്കണം. ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വി കട്ട് ഇടാം. വി കട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സയോൺ എടുക്കാം. സയോൺ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോഴും ഷാർപ്പായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമാണ് ഗ്രാഫ്റ്റിങ് പിടിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ താഴെ ഇതുപോലെ തന്നെ ടാപ്പ് പോലെ 2 സൈഡും ചെത്താം.
രണ്ട് സൈഡും ഷാർപ്പാക്കിയിട്ടുണ്ട്. സൈഡിൽ തൊലി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കറക്റ്റ് ഇടയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സയോണിൻ്റെ റൂട്ട് സ്റ്റോക്കിനിടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല കെട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നല്ല തിന്നായിരിക്കണം, ഷാർപ്പായിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട് സയോൺ. ഇനി ഇതും പ്ലാസ്റ്റിക് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇത് കെട്ടണം. എപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ എപ്പോഴും നല്ല വലിയുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് എടുക്കണം, കട്ടി കുറഞ്ഞ ടൈപ്പ് എടുക്കണം. എന്നാൽ മാത്രമേ നല്ല ടൈറ്റ് ഫുൾ ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. എന്നാൽ മാത്രമാണ് ഇത് സക്സസ് ആവുള്ളൂ. അപ്പോൾ നമ്മളത് ബഡ്ഡിങ് പ്ലാസ്റ്റിക്കാണ്, അത്യാവശ്യം ക്വാളിറ്റി കൂടിയ പ്ലാസ്റ്റിക്കാണ്. ഇതൊന്ന് വെച്ചിട്ടൊന്ന് വലിച്ചാൽ മതി. വലിക്കുമ്പോൾ തന്നെ അത് ടൈറ്റാവും. നമ്മൾ വലിച്ച് ടൈറ്റാക്കിയിട്ടാണ് അത് കെട്ടുന്നത്. ഈ കെട്ടുന്നുള്ളത് നമ്മുടെ ഈ സയോൺ കട്ട് ചെയ്തതിൻ്റെ മുകളിൽ വരെ കവർ ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് എപ്പോഴും മുകളിൽ വരെ കെട്ടാൻ ഞാൻ ശ്രദ്ധിക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടുക. നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അടിയൊരു ടൈറ്റായിട്ട് കെട്ടുക. ഇത് നനയ്ക്കാലും ഇത് ഇതിന് വിട്ടു പോരത്തില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിപ്പപ്പ് കവർ എടുത്തിട്ട്, അല്ലെങ്കിൽ സാധാരണ ഒരു കവർ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവർ എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തിടണം. ഇത് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സിപ്പപ്പ് കവറാണ്. ഇതിനകത്ത് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വാട്ടർ ഡ്രോപ്സിനകത്ത് കാണാം. ഇതാണ് ഇപ്പോൾ ഇത് വെച്ച് കവർ ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 നോഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി ഗ്രാഫ്റ്റ് പിടിച്ച് കഴിയുമ്പോൾ മുള വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത് കവർ ചെയ്ത് വേണം ഇടാനായിട്ട്. സിപ്പപ്പ് കവർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കാനായിട്ടൊരു പ്ലാസ്റ്റിക് വള്ളി വെച്ചിട്ട് കെട്ടി കൊടുക്കുക. ഗ്രാഫ്റ്റിംഗ് പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇതൊന്ന് വീർപ്പിച്ച് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടും. ഊതിയിട്ട് അടിയിലൊരു പ്ലാസ്റ്റിക് വെച്ച് കെട്ടാം. ഇതോടുകൂടി നമ്മുടെ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് വെയിലത്ത് വയ്ക്കരുത്. ഇതൊരു ഗ്രീൻ നെറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഷെയ്ഡിലോ വയ്ക്കണം. ഓവറായിട്ട് മഴയോ വെയിലോ കൊള്ളരുത്. അങ്ങനത്തെ സ്ഥലത്ത് വേണം ഇത് വയ്ക്കാനായിട്ട്. നമുക്കിവിടെ ഗ്രീൻ നെറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് നമ്മൾ ഈ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് വയ്ക്കുന്നത്. ഗ്രീൻ നെറ്റ് തന്നെ വേണമെന്നില്ല, നമുക്കിപ്പോൾ മരത്തിൻ്റെ ചോട്ടിലോ ഓവറായിട്ട് ലൈറ്റ് ഇല്ലാത്ത എവിടെ വേണമെങ്കിലും വയ്ക്കാം. പിന്നെ ഓവറായിട്ട് മഴയും കൊള്ളരുത്. നമ്മൾ ഈ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് വയ്ക്കാൻ പോകുന്നത്. ഈ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നമ്മൾ ഒരു 10-15 ദിവസം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ്. ഇതും നമ്മൾ ഗ്രീൻ നെറ്റ് അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റിൻ്റെ കവർ അയച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളൊരു 15 ദിവസം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണിത്. ഇതിപ്പോൾ ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കി കാണാം. ഇതിനകത്ത് ലീഫ് വന്നിട്ടുണ്ട്. 2 ഷൂട്ട് 3 ഷൂട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇത് അഴിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 10-15 ദിവസം എടുക്കും മുള വരാനായിട്ട്. ഇപ്പോൾ 15 ദിവസം ആയിട്ടുണ്ട്. കവർ അഴിക്കുമ്പോൾ പതുക്കെ വേണം മുകളിലേക്ക് എടുക്കാൻ, അല്ലെങ്കിൽ വന്ന ലീഫ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഗ്രാഫ്റ്റ് പിടിച്ച ഒരു പ്ലാന്റ്. 15 ദിവസമായ പ്ലാന്റാണിത്. ഇനി ഇതിപ്പോൾ നമ്മൾ കവർ അയച്ചിട്ടുണ്ട്. നമ്മൾ ഈ സിപ്പപ്പ് കവർ ഇടുന്നത് തന്നെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ഒരിക്കലും ഇപ്പോൾ അഴിച്ച ഉടനെ തന്നെ വെയിലത്തേക്ക് വെക്കരുത്. നമ്മളൊരു ഒരാഴ്ച കൂടി ഈ ഗ്രീൻ നെറ്റിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷമാണ് സൺലൈറ്റിലോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആയി പോകും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വെയിലത്തേക്ക് വെക്കും. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് അത് വളരും. ഇത് ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്ത സീഡ് ലൂബിയുടെ പ്ലാന്റാണ്. ഏകദേശം 1.5 മാസം പ്രായമായിട്ടുള്ളതാണിത്. ഇത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടൊരു വെറൈറ്റി തായ്ലൻഡ് വെറൈറ്റി ആയ സീഡ് ലൂബിയാണ്. അതെങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.